എല്ലാ പ്രേക്ഷകർക്കും അഷ്റഫ് ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആ വ്യക്തിയെ ഓർത്ത് ഏതെങ്കിലും ഒരു ഫയൽ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് 2 ഫയലുകളാണ്. അപൂർവ ഇനത്തിൽപ്പെട്ട 2 വൃക്ഷങ്ങളുടെ ഫയലാണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. കർമ്മ തിരിച്ചടിക്കുന്നു. ഈ വ്യക്തി നിങ്ങളിൽ നിന്നും വശീകരിച്ച് കൊണ്ടുപോയവർ ആരാണോ അവർ നിങ്ങൾക്ക് മുമ്പിൽ മുട്ടുകുത്തുന്നു. നിങ്ങളുടെ വ്യക്തി നിങ്ങളിൽ നിന്ന് അകന്നപ്പോൾ നിങ്ങൾക്ക് കൃത്യമായ വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ ആരാണോ അതിൻ്റെ പിന്നിൽ, അവർ അതിൻ്റെ കർമ്മ അനുഭവിക്കുന്നു. അവർക്ക് തിരിച്ചടി നേരിടുന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് 2 ഫയലുകളാണ്. 2 ഫയലുകളിൽ ഇഷ്ടമുള്ളൊരു ഫയൽ തിരഞ്ഞെടുക്കുക. അതിനുശേഷം വീഡിയോ തുറന്ന് കാണുക. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോയിലേക്ക് നമുക്ക് പോകാം. ആദ്യത്തെ വൃക്ഷം ഫയലായി സ്വീകരിച്ച ഒരു റീഡിംഗ് ആണിലേക്ക് നമുക്ക് പോകാം. ആദ്യമായിട്ട് ഈ വൃക്ഷം ഫയലായി സ്വീകരിച്ച ഒരു റീഡിംഗാണ്. അപൂർവ ഇനത്തിൽപ്പെട്ട ഈ വൃക്ഷമാണ് നിങ്ങൾ ഫയലായി സ്വീകരിച്ചതെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള റീഡിംഗാണ് ആദ്യം പറയുന്നത്. നിങ്ങളിൽ നിന്നും ആ വ്യക്തി അകന്നു പോയപ്പോൾ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾക്കൊരുപാട് വേദനയുണ്ടായിരുന്നു. നിങ്ങൾ അതെങ്ങനെ സഹിക്കുമെന്ന് നിങ്ങൾക്ക് യാതൊരു ഉറപ്പും ഉണ്ടായിരുന്നില്ല. പക്ഷേ മനസ്സുകൊണ്ട് നിങ്ങളത് സഹിച്ചു. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലുണ്ടായ ദുഃഖം നിങ്ങൾ കടിച്ചു പിടിച്ച് അനുഭവിച്ചു. ആ വ്യക്തിയെ ചിലർ നിങ്ങളിൽ നിന്ന് തട്ടിയെടുക്കുകയായിരുന്നു. അവരുടെ വശീകരണം, അവർ നിങ്ങളുടെ വ്യക്തിയെയും നിങ്ങളെയും തമ്മിലടിപ്പിക്കാനുള്ള വലിയ തന്ത്രങ്ങൾ ആവിഷ്കരിച്ചു. അവർക്കറിയാമായിരുന്നു സമാധാനത്തോടെയും സ്നേഹത്തോടെയും കഴിയുന്ന നിങ്ങളെ തമ്മിലടിപ്പിച്ചില്ലെങ്കിൽ, നിങ്ങളെ തമ്മിലടിപ്പിച്ച് രണ്ടാക്കിയില്ലെങ്കിൽ അവർക്ക് അവരുടെ ഒരു ഉദ്ദേശ ലക്ഷ്യവും പ്രാവർത്തികമാക്കാൻ സാധിക്കില്ല എന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ അവർ ചെയ്ത പ്രവൃത്തിക്ക് അവർക്ക് തിരിച്ചടി നേരിടുന്നുണ്ട്. അവരെ സംബന്ധിച്ച് നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയെ നിങ്ങളിൽ നിന്ന് അകറ്റുവാനുള്ള ശ്രമം അവർ നടത്തി. അവർ അതിൽ വിജയിച്ചു എന്ന് സന്തോഷിച്ച് അവർ ഇരിക്കുമ്പോഴാണ് അവർക്ക് സംഭവിക്കാനിരിക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് സംഭവിച്ചുകൊണ്ട് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്ന ചില ദുരന്തങ്ങളെക്കുറിച്ച് അവർ മറന്നുപോയത്. നിങ്ങളുടെ വ്യക്തിയെ നിങ്ങളിൽ നിന്നും അകറ്റിയ അവർക്ക് വലിയ തിരിച്ചടിയാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത്. കർമ്മ തിരിച്ചടിക്കുന്നു, അല്ലെങ്കിൽ അവർ ചെയ്തതിൻ്റെ ഫലം അവർ അനുഭവിച്ചു തുടങ്ങിയിരിക്കുന്നു. നിങ്ങൾക്കതിൻ്റെ തുടക്കം കൃത്യമായി കാണാൻ കഴിയും. തീർച്ചയായിട്ടും നിങ്ങൾ തന്നെ ആദ്യം അത് അറിയും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അടുത്തതായിട്ട് നമുക്ക് 2ാമത്തെ ഈ മരം ഫയലായി സ്വീകരിച്ചവരുടെ റീഡിങ്ങിലേക്ക് പോകാം. വലിയ ഒരു പ്രതിസന്ധിയിലായിരുന്നു നിങ്ങൾ. നിങ്ങളുടെ വ്യക്തി നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയെ തെറ്റായി വ്യാഖ്യാനിക്കുന്നു, അല്ലെങ്കിൽ തെറ്റായി എടുക്കുന്നു. നിങ്ങൾ ആ വ്യക്തിയെ ആത്മാർത്ഥമായി സ്നേഹിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുമ്പോൾ ആ വ്യക്തിയുടെ സ്നേഹം നിങ്ങൾക്ക് വേണം, ആ വ്യക്തിയുടെ നിലനിൽപ്പ് നിങ്ങൾക്ക് വേണം, ആ വ്യക്തിയുടെ വിജയം നിങ്ങൾക്ക് വേണം. ഇതെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്കെതിരെ ചില ഗൂഢാലോചനകൾ നടത്തുന്നു. നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ ആഴത്തിൽ സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയാവുന്ന അവർക്കറിയാം നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ബന്ധം നിങ്ങൾക്ക് ഒരുപാട് വളർച്ച നൽകുന്നു, ഒരുപാട് ശക്തി നൽകുന്നതെന്ന് കൃത്യമായിട്ട് അവർക്കറിയാം. അവരാ കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട്, അവരാ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്കെതിരെ അതിശക്തമായ ചില നിലപാടുകളായിട്ട് മുന്നോട്ട് വരുന്നു. അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയാവുന്നതാണ്, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അതിനെതിരെ അതിശക്തമായ ഒരു ചെറുത്തുനിൽപ്പ് നിങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും അത് ഇതുവരെ ദുർബലപ്പെട്ട ചരിത്രം മാത്രമേ ഉള്ളൂ. കാരണം നിങ്ങളുടെ ശത്രുക്കൾ അതിശക്തമായി നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ബന്ധം തകരണമെന്ന് ആഗ്രഹിക്കുന്നു. ആ തകരണമെന്നുള്ള അവരുടെ ആഗ്രഹം, അല്ലെങ്കിൽ അവരുടെ മോഹം നിമിത്തം നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങൾ നിങ്ങൾക്കുണ്ടായി.
എങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകണം, എങ്ങനെ ഇത് വിജയിപ്പിക്കണം എന്നറിയാതെ വലിയ പ്രതിസന്ധിയിൽ അവരെത്തുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇനി എന്ത് എന്നുള്ളൊരു സംശയം ഉണ്ടാവും. നിങ്ങളെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചവർക്ക് വിജയം ഉണ്ടായതിൻ്റെ ഒരു നിരാശ നിങ്ങളിലുണ്ട്. നിങ്ങൾ എന്തൊക്കെ പ്രവൃത്തി ചെയ്തിട്ടും നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും തമ്മിലടുപ്പിക്കാനും നിങ്ങളോട് അസൂയ കാണിച്ച് ജീവിച്ച ആളുകൾ, നിങ്ങളുടെ നല്ല മനസ്സിനെ ചവിട്ടിത്തേച്ച ആളുകൾ, അവർക്ക് ഗുണമുണ്ടാവുന്നു, അവർക്ക് നേട്ടമുണ്ടാവുന്നു, നിങ്ങൾക്കെപ്പോഴും ബുദ്ധിമുട്ടുണ്ടാവുന്നു. ഇങ്ങനെ ഒരു മനസ്സിൽ ചിന്ത നിങ്ങൾക്കുണ്ട്, അത്തരത്തിലൊരു മനോവിഷമം നിങ്ങൾക്കുണ്ട്. എങ്ങനെ ഇവരെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കും, എങ്ങനെ ഇവരെയൊക്കെ കൺവിൻസ് ചെയ്യിക്കുമെന്നുള്ളൊരു ഭയം നിങ്ങളിലുണ്ട്. മാത്രമല്ല, തെറ്റ് ചെയ്തവർ നിങ്ങൾക്ക് മുമ്പിൽ വിജയിക്കുന്നു, നല്ല മനസ്സിനുടമയായ നിങ്ങൾ തകരുന്നു. അത് നിങ്ങൾ ഒരുപാട് വേദനിപ്പിച്ചിരുന്നു. പക്ഷേ ഇനി നിങ്ങൾ അറിയാൻ പോകുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടാക്കി ഇതുവരെ തല ഉയർത്തി നിൽക്കുന്ന ആളുകൾ കുഞ്ചി ഒടിഞ്ഞ് താഴെ വീഴുന്നതാണ്. തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങളെ ദുഃഖിപ്പിച്ച, നിങ്ങളെ വിഷമിപ്പിച്ച, നിങ്ങളുടെ ജീവിതം തകർത്ത് തരിപ്പണമാക്കാൻ ശ്രമിച്ചവർ കർമ്മയുടെ ഫലം അനുഭവിക്കുന്നു. അവർ ചെയ്തതിൻ്റെ ഫലം അവർ അനുഭവിക്കുന്നു. അവർ നിങ്ങളുടെ കാൽക്കൽ വീഴുന്ന അവസ്ഥ നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്രകാരമാണ് കാണാൻ പോകുന്നത്. അവർ നിങ്ങളിൽ നിന്ന് തട്ടിയെടുത്തത് അവരുടെ കൈ പൊള്ളിച്ചിരിക്കുന്നു, അവരുടെ കൈകളിൽ മുറിവേറ്റിപ്പിച്ചിരിക്കുന്നു. അവർ അതിൻ്റെ ഭാരം ചുവന്ന് തളരുന്ന ഒരവസ്ഥ നിങ്ങൾക്ക് കാണാം. അവർക്ക് വയ്യാവേലിയാണ് പിടിച്ചതെന്ന് അവർക്ക് മനസ്സിലാവും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.